तुझको പൂപ്പറിക്കാ പോകിലാമോ വിമാനത്ത പകിലാമോ തില്ലേ ലേ 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 തില്ലേ ലേ 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 ലേ. ഹായ് സാൻഡി, എന്ത് ഭംഗിയാണ് നീ പാടുന്നത് കേൾക്കാൻ. ഇത് നമ്മുടെ നഞ്ചിയമ്മ പാടിയ പാട്ടല്ലേ? അതെ, ഇത് നാടൻ പാട്ടാണ്. കേരളത്തിലെ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ദേശീയ അവാർഡ് നേടിയ പിന്നണി ഗായിക നഞ്ചിയമ്മ പാടിയ പാട്ടാണ്. ഗോത്ര കലാരൂപങ്ങളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അതെ അതെ, നമ്മുടെ സ്കൂളിലെ ചേച്ചിമാർ കലോത്സവത്തിന് എ ഗ്രേഡ് നേടിയത് ഇത്തരത്തിലുള്ള ഗോത്ര കലാരൂപങ്ങൾ അവതരിപ്പിച്ചിട്ടല്ലേ? അതെ, നമ്മുടെ നാടിനെ പോറ്റി വളർത്തിയ ഗോത്ര ജനതയുടെ ജീവിതവും ജീവിതാനുഭവങ്ങളുമാണ് പാട്ടിലൂടെയും നൃത്തത്തിലൂടെയും അവർ നമുക്ക് പകർന്നു തന്നത്. അതിലെ ആദ്യത്തെ കലാരൂപത്തെ നമുക്ക് പരിചയപ്പെട്ടാലോ? നമുക്ക് അസ്മിത ചേച്ചിയോട് തന്നെ ചോദിക്കാം. അതെ, അസ്മിത ചേച്ചി. അസ്മിത ചേച്ചി, നമുക്ക് പളിയ നൃത്തത്തിനെ പറ്റി കുറച്ച് വിവരങ്ങൾ തരാമോ? ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിലെ കുമളി പടിയൻകുടിയിലെ ഗോത്രവിഭാഗമായ പടിയ സമുദായത്തിന്റെ തനത് കലാരൂപമായ വെള്ളയക്കാട് പടിയ പരമ്പരാഗത നൃത്തമാണ്. പടിയ സമുദായത്തിന്റെ കുലദൈവമായ ഏളാത്ത് പടിച്ചമ്മയെ സ്തുതിച്ചുകൊണ്ടാണ് ഈ നൃത്തരൂപം അവതരിപ്പിക്കുന്നത്. പടിയ നൃത്തം പല തരത്തിലുണ്ട്. ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് കല്യാണ തലേന്ന് കല്യാണ ചെക്കനെയും പെണ്ണിനെയും കളിയാക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരു ചെറിയ ഭാഗമാണ്. എന്നാൽ നമുക്ക് പടിയ നൃത്തം കണ്ടാലോ?